ഡൽഹിയിൽ AICC കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ അവസാന മിനുക്കുപണികളിലാണ്. അപ്പോൾ MP മാർ മത്സരിക്കണമെന്നൊരു ആഗ്രഹം ഓൾറെഡി ഉണ്ട്. നമ്മൾ കേരള ജനതയെ ആഗ്രഹിക്കുന്ന ചില MP മാരും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് K. സുധാകരൻ മത്സരിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതി വെച്ച് അദ്ദേഹം മത്സരിക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു. എന്ത് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് വരാനുള്ള സാധ്യതയുണ്ട്? അല്ല, അവസാനഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് K. സുധാകരൻ പറഞ്ഞത് 110% ഞാൻ കണ്ണൂരിൽ മത്സരിക്കും എന്നുള്ളതാണ്. ഇന്ന് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് KPCC ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. സ്വയമേ ആരും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡാണ്. അപ്പോൾ ഇത് K. സുധാകരനെ ലക്ഷ്യം വെച്ചാണ് എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. ഏതൊക്കെ മാധ്യമങ്ങൾ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. K. സുധാകരനെ ലക്ഷ്യം വെച്ചല്ല, പൊതുവിലും പല മണ്ഡലങ്ങളിലും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിലൊരു 90% പേരും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളും നിലവിൽ തുടരുന്നുമുണ്ട്. അത്തരത്തിൽ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ കേരളത്തിലെ ഇടതു കോട്ടകളെ പ്രകമ്പനം കൊള്ളിക്കാൻ സാധിക്കുന്ന നേതാവിൻ്റെ പേര് തന്നെയാണ് K. സുധാകരൻ എന്ന കുമ്പക്കുടി സുധാകരൻ, കണ്ണൂരിൻ്റെ സ്വന്തം സുധാകരേട്ടൻ. കണ്ണൂർ നമുക്കറിയാം, കണ്ണൂർ ഒരു ഇടതുപക്ഷത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേരള രാഷ്ട്രീയം കണ്ണൂർ രാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഐഷ പോറ്റിയുടെ കൊട്ടാരക്കരയിലെ UDF പ്രവേശനം ഒരു കണ്ണൂർ ലോബിയിലേക്ക്, അത് കണ്ണൂർ ലോബിയിൽ ഒരു പിണറായി സംഘത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിലേക്കൊക്കെ കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോയി കിട്ടിയപ്പോൾ ഇനി തെക്കൻ ജില്ലകളിലുള്ള പല നേതാക്കന്മാർക്കും പ്രാധാന്യമില്ലാതായി പോകുന്ന ജനകീയ നേതാക്കന്മാരൊക്കെ അപ്രാധാന്യമായി പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കൊട്ടാരക്കരയിലേക്ക് ഐഷ പോറ്റി ഈ പറയപ്പെടുന്ന UDFിലേക്ക് പോകുന്നു. സുധാകരൻ സഖാവ് എന്നൊക്കെ പറഞ്ഞാൽ തെക്കൻ കേരളത്തിലെ VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് നെഞ്ചുറപ്പോടെ വിളിക്കാൻ സാധിക്കുന്ന സുധാകരൻ, അദ്ദേഹം സ്വതന്ത്രനാകുമെന്ന വാർത്തകൾ വരുന്നു. അദ്ദേഹത്തിന് UDF സപ്പോർട്ട് നൽകും എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അങ്ങനെയാണെങ്കിൽ ഒരു വടകര MLA ഉണ്ടായതുപോലെ, വടകരയിൽ UDFന് അനുകൂലമായ ഒരു MLA ഉണ്ടായതുപോലെ അമ്പലപ്പുഴയിലും ഒരു UDFന്റെ സ്വതന്ത്ര MLA ഉണ്ടാകാനുള്ള സാധ്യത അത് 100% ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അമ്പലപ്പുഴയുടെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള നേതാവ് തന്നെയാണ് ഉറപ്പായിട്ടും സുധാകരൻ അങ്ങനെ ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ തെക്കൻ കേരളത്തിൽ അങ്ങനെയുള്ള പല പ്രകമ്പനങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രി തെക്കൻ കേരളത്തിൽ നിന്നുള്ള ആളല്ലേ? അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകൾ വേറെ ഉണ്ട് എന്നുള്ളതാണ്. CPI, കേരള കോൺഗ്രസ് B, കേരള കോൺഗ്രസ് M പോലെയൊക്കെയുള്ള മുന്നണിയിൽ പെട്ടു നിൽക്കുന്ന പാർട്ടികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് തെക്കൻ കേരളത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന മന്ത്രിമാരുള്ളത്. ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണമല്ലോ, അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ടാണ്. CPM പിണറായി സ്തുതി പാഠകരായ തെക്കൻ കേരളക്കാരെയൊക്കെ പരിഗണിച്ചെങ്കിലും കാര്യങ്ങൾ എപ്പോഴും ഒരു കണ്ണൂർ ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കണ്ണൂർ ലൈനിൽ പോകുമ്പോഴും കണ്ണൂരിലെ ഇടതുപക്ഷത്തിന് CPMന് വെല്ലുവിളിയുള്ളത് അവിടെ ഒരു നേതാവാണ് കുമ്പക്കുടി സുധാകരൻ. നമുക്കറിയാം, ഇപ്പോൾ KSUവിൻ്റെ കുട്ടികൾ, വിദ്യാർത്ഥി നേതാക്കന്മാർ കരിങ്കൊടിയും മുദ്രാവാക്യം കൊണ്ട് ആക്രമിച്ചപ്പോൾ, കരിങ്കൊടിയും മുദ്രാവാക്യവും കൊണ്ട് കേരളത്തിൻ്റെ ഒരു മന്ത്രിക്ക് ആക്രമണം നേരിട്ടപ്പോൾ അവിടെ ഉയർന്നു കേട്ട പേരെന്താ? ഞങ്ങൾ സുധാകരന്റെ പിള്ളേരാ, ഞങ്ങളെ തൊടാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തെ പലപ്പോഴും വിറപ്പിച്ചിട്ടുള്ള, കേരള രാഷ്ട്രീയത്തെ പലപ്പോഴും ഒരു പേരിൽ കെട്ടിയിട്ടുള്ള, കോൺഗ്രസ് രാഷ്ട്രീയം എപ്പോഴും ഉറ്റുനോക്കിയിട്ടുള്ള പേരാണ് കുമ്പക്കുടി സുധാകരൻ. ഒരു വൈകാരിക ബന്ധം, വൈകാരികതയല്ലത്, അത് ആവേശമാണ്. ആവേശം ഒരു വൈകാരികമായ ഫീലാണ്. അതുകൊണ്ട് നമുക്ക് വൈകാരികത എന്ന് വേണമെങ്കിൽ വിളിക്കാം. സുധാകരൻ എന്ന ബ്രാൻഡ് കണ്ണൂരിൽ ഇല്ലാതാകുന്ന ഒരു കാലത്ത് സുധാകരന് പകരം ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പം ഉമ്മൻചാണ്ടി എന്നതിന് പകരം ഉമ്മൻചാണ്ടിയുടെ പിന്തലമുറക്കാരായി വന്ന ചാണ്ടി ഉമ്മന്റെയോ PC വിശ്വനാഥിന്റെയോ ഷാഫി പറമ്പലിന്റെയോ ഒക്കെ പേര് പറയാമെങ്കിലും K. സുധാകരന് ശേഷം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആര് എന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം നൽകാൻ സാധിക്കില്ല. ഇതുവരെ ആയിട്ടില്ല. സുധാകരന് മുമ്പുമില്ല, സുധാകരന് ശേഷവുമില്ല. അങ്ങനെ ഒരു നേതാവാണ്. സ്വാഭാവികമായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിടത്തോളം MP മാരെ സംഭാവന ചെയ്യാൻ സാധിച്ചെങ്കിലും അവിടെ അധികാരത്തിൻ്റെ ചക്രവാളങ്ങളിലേക്ക് കടന്നു കയറാൻ രാഹുൽ ഗാന്ധിക്കും ടീമിനും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ VD സതീശനും സംഘവും മുന്നോട്ട് വെക്കുന്ന ടീം UDF 100 സീറ്റ്, അതാണല്ലോ. എങ്ങനെയാണ് ഈ 100 സീറ്റിലേക്ക് എത്താൻ സാധിക്കുക? ഒരു സുധാകരനെയോ ഒരു ഷാഫി പറമ്പിലിനെയോ
അല്ലെങ്കിൽ ഒരു അടൂർ പ്രകാശിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് 100 സീറ്റിലേക്ക് എത്താൻ സാധിക്കുക? ഈ പറഞ്ഞ ബ്രാൻഡുകൾ ഉണ്ടല്ലോ, ഈ ഷാഫി പറമ്പിൽ, അടൂർ പ്രകാശ്, കെ സുധാകരൻ തുടങ്ങിയ ബ്രാൻഡുകൾ, ഈ ബ്രാൻഡുകൾ ഒന്നും തന്നെ ഒരു മണ്ഡലത്തിന് വേണ്ടിയുള്ള ബ്രാൻഡുകളല്ല. കെ സുധാകരൻ കണ്ണൂരിൽ മത്സര രംഗത്തിറങ്ങിയാൽ അതിന്റെ ഒരു ട്രെൻഡ്, അലയൊലികൾ തൊട്ടടുത്ത് കുറെ മണ്ഡലങ്ങളിലേക്ക് പോകും. കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടാകും, ഉറപ്പായും ഉണ്ടാകും. അടൂർ പ്രകാശ് മത്സര രംഗത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ സാഹചര്യം എവിടെയാണ്? കെ ബാബു മത്സര രംഗത്തില്ല. തീർച്ചയായിട്ടും സ്വാഭാവികമായും SNDP മുഖമാകേണ്ടുന്ന, പ്രത്യേകിച്ച് SNDPയുടെ ഒരു അവസ്ഥ എന്താ? വെള്ളാപ്പള്ളി നടേശൻ ഇടതിനൊപ്പവും വലതിനൊപ്പം രണ്ട് വള്ളത്തിൽ കാല് കുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു സമുദായ സംഘടനയെ അല്ലെങ്കിൽ ആ സമുദായത്തെ മാറ്റി നിർത്താൻ കേരള രാഷ്ട്രീയത്തിൽ സാധിക്കില്ല. പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന ഉയർത്തിക്കാട്ടപ്പെടുന്ന നേതാക്കന്മാരൊക്കെ NSSകാരാകുമ്പോൾ, നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാകുമ്പോൾ SNDP അങ്ങനെ ചെറുതാക്കി കാണാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഈഴവ സമുദായത്തെ അങ്ങനെ ചെറുതാക്കി കാണാൻ പറ്റില്ല. അപ്പൊ കെ സുധാകരനും ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശും ഒക്കെ അങ്ങനെ ഒരു സമുദായം തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതാണ്. സമുദായം കൊണ്ട് പരിഗണിക്കപ്പെടേണ്ടതല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ അടൂർ പ്രകാശിന്റെ പേര് പ്രത്യേകം. നോക്കൂ, ഇപ്പൊ കൊല്ലത്ത് നടന്ന ആ മഹാസമ്മേളനം, ഗുരുഗാന്ധി സമാഗമത്തിന്റെ 100ാം വാർഷികാഘോഷം, ചുക്കാൻ പിടിച്ചത് KC വേണുഗോപാലിന്റെ നിർദ്ദേശമായിരുന്നെങ്കിൽ പോലും ചുക്കാൻ പിടിച്ചത് അടൂർ പ്രകാശാണ്. താരമായത് അടൂർ പ്രകാശാണ്. അവിടെ KC വേണുഗോപാലിന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണത്. അത് നല്ലൊരു പൊളിറ്റിക്കൽ മൂവ് ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായും കോന്നി ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ജനീഷ് കുമാറിന്റെ തട്ടകം എന്നൊക്കെ ഇവർ വിളിച്ചേഷിപ്പിക്കുമ്പോഴും അടൂർ പ്രകാശ് അല്ലാതെ മറ്റാർക്കും കോന്നിയിൽ ഉയർത്തിക്കാട്ടാൻ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ ഇല്ല. അപ്പോൾ ഈ 100 സീറ്റ് പിടിക്കണമെങ്കിൽ നിലവിലുള്ള 42 സീറ്റുകളിൽ നിന്ന് ബാക്കിയുള്ള 58 സീറ്റുകൾ, 42 സീറ്റുകൾ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം ഉണ്ടാകും. 58 സീറ്റുകൾ നിലനിർത്തണമെങ്കിൽ സിറ്റിംഗ് സീറ്റുകളിൽ വെള്ളിടി വെട്ടിക്കണ്ടേ, സ്പ്ലിറ്റ് ചെയ്യണ്ടേ? അങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ പാലക്കാട് നോക്കൂ, രമേശ് പിഷാരിയുടെ പേരാണ് പരിഗണിക്കുന്നത്. അവിടെ ഷാഫി പറമ്പിലിന്റെ പേരാണെങ്കിൽ അവിടെ ഒരു UDF BJP പോര് നടക്കും, ഉറപ്പാണ്. ഇനി കണ്ണൂര് കോൺഗ്രസ് എസിന്റെ സീറ്റാണ്. അതൊരു പക്ഷേ CPM ഏറ്റെടുത്തേക്കാം. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അവിടെ സുധാകരൻ വന്നാലോട് വെല്ലുവിളിയാണെന്നേ. ജയിച്ചോ തോറ്റോ എന്നുള്ളത് രണ്ടാമത് കാര്യത്തിൽ സംശയമൊന്നുമില്ല. നല്ല മത്സരമായിരിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു പോര് നടക്കും. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിച്ചാൽ കോന്നി പോരും UDFനൊപ്പം. ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അടൂർ പ്രകാശിന് വേണ്ടിയിട്ട് കോന്നിയുടെ ഹൃദയം വെമ്പുന്നുണ്ട്. കോന്നി അത്ര കണ്ട് അദ്ദേഹത്തോട് നിൽക്കുന്ന ഒരു സ്ഥലം. അതെ, അതുപോലെ തന്നെയാണ് ഈ പറയപ്പെടുന്ന കണ്ണൂരും. അപ്പോ MP ആയിപ്പോയി, ഒരു പ്രത്യേക സാഹചര്യത്തിൽ MP ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് നിയമസഭയിലേക്ക് അവരോട് ഒരു സ്ട്രാറ്റജി അനുസരിച്ച് അങ്ങ് നിർത്തി. അതെ, അപ്പൊ സ്വാഭാവികമായി ഇപ്പൊ പരാജയപ്പെട്ട ലോക്സഭയിലേക്ക് മത്സരിച്ച ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. രമ്യ ഹരിദാസ് മത്സരിക്കുന്നില്ല. അപ്പൊ ജയിച്ചവർക്ക് സീറ്റ് കൊടുത്താൽ എന്താണ് പ്രശ്നം? ഇവിടെ ലക്ഷ്യം എന്താ? അവിടെ ഒരു സംശയം ഉണ്ടാകുന്നത്, ഇവരിപ്പോ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ പകരം ആരെ നിർത്തിയാൽ ജയിക്കുമോ ആ മണ്ഡലം? ഒരു UDF ട്രെൻഡിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ, കാര്യം 99 സീറ്റിൽ ലോക്സഭയിൽ നിൽക്കുകയാണ്. UDF ട്രെൻഡിൽ പോവുകയാണെങ്കിൽ ഇത് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താ? നിങ്ങൾക്ക് മത്സരിക്കണമോ, പക്ഷെ പകരം എങ്ങനെ ജയിക്കാം സ്ട്രാറ്റജി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കാൻ കെൽപ്പുണ്ടെന്നേ ഇവർക്ക്. തീർച്ചയായിട്ടും ഉണ്ട്. അത് കൊടുക്കാനുള്ള കെൽപ്പ് ഇവർക്കുണ്ട്. ഇവരത് കൊടുക്കും. പിന്നെ എത്രയോ നേതാക്കന്മാരെ ഉയർത്തിക്കാട്ടാൻ പറ്റും. പക്ഷെ നിയമസഭ അങ്ങനെയല്ല. ഇതൊരു വല്ലാത്ത സാഹചര്യമാണ്. തീർച്ചയായിട്ടും ലോകസഭയുടെ പാറ്റേൺ അല്ല നിയമസഭ. കേന്ദ്രം ഭരിക്കുന്നില്ല. കേരളത്തിൽ അധികാരമില്ലെങ്കിൽ ഈ സംവിധാനം എങ്ങനെ മുന്നോട്ട് ചലിക്കാൻ പറ്റും? തീർച്ചയായിട്ടും. അപ്പൊ അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ബ്രാൻഡുകൾ ഉണ്ടാവണം. ഇപ്പൊ ഇത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് ഇപ്പുറത്ത്. കാരണം ഇവരൊക്കെ വന്നാൽ ഇവർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. ഞാനൊന്ന് ചോദിച്ചു പോവുകയാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സുനിൽ കനകോലു തയ്യാറാക്കിയിട്ടുള്ള ആ രീതിയും VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് തയ്യാറാക്കിയ അദ്ദേഹത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയാം, ഇതിൽ VD സതീശന്റെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെ അല്ലേ ഏറ്റവും കൂടുതൽ ഇവിടെ ആയി വരുന്നത്? അതൊക്കെ അവരുടെ ഇന്റേണൽ കാര്യങ്ങളാണ്. അവർക്ക് കൃത്യമായ പഠനമുണ്ട്. വെറുതെ ഒന്നും അങ്ങ് പറയുന്നതല്ല. VD സതീശനായാലും അവർ PR ഏൽപ്പിച്ചിരിക്കുന്ന സുനിൽ കനകോലുവിനായാലും അവർക്കൊക്കെ കൃത്യമായ പഠനമുണ്ട്. അതിനും അപ്പുറത്തേക്കൊക്കെ വൈകാരികമായ ചില കാര്യങ്ങളെ പരിഗണിക്കപ്പെടേണ്ടി വരും. ജനത്തിന്റെ വൈകാരികത കണക്കാക്കേണ്ടി വരും. സുധാകരൻ എന്ന് പറയുന്ന സീനിയർ നേതാവിനെ, മുൻ KPCC അധ്യക്ഷനെ, മുൻ മന്ത്രിയെ, മുൻ നിലവിലെ MP അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ? ഒരിക്കലും പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ കണ്ണൂർ ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ UDFന്റെ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഈ പറയപ്പെടുന്ന കെ സുധാകരനും, ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശും, ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിലും, ഒരുപക്ഷെ കൊടിക്കുന്നിൽ സുരേഷും പോലെയൊക്കെയുള്ള പേരുകൾ ഉണ്ടാകും. ചിലപ്പോൾ KC വേണുഗോപാലിന്റെ പേരും ഉണ്ടാകാനുള്ള സാധ്യത. ആലപ്പുഴ ഒരു വലിയ ട്രാപ്പിൽ നിൽക്കുകയല്ലേ?
ഒരു ഘട്ടത്തിൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചാൽ വിജയിക്കുമെങ്കിൽ കെ സി വേണുഗോപാൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ്. ഞാനൊരു 5ഓളം MP മാരെ പ്രതീക്ഷിക്കുന്നുണ്ട് പല മണ്ഡലം. 5ഓളം പേരെ ഞാൻ തുടക്കം മുതലേ പ്രതീക്ഷിക്കുന്നു. കൊടുക്കുന്ന സുരേഷിനൊക്കെ വലിയ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള ടാലന്റ് ഉള്ള മനുഷ്യനാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായും 5ഓളം MP മാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവസാന ഘട്ടത്തിൽ. പരീക്ഷണത്തിന് AICC തയ്യാറാവും. അതൊരു പരീക്ഷണമല്ല, അതൊരു പൊളിറ്റിക്കൽ മൂവ് ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അധിക ദിവസങ്ങളില്ലല്ലോ. കെ സുധാകരൻ മത്സരിക്കും. കെ സുധാകരൻ മത്സരിക്കണമെന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പേരുകാരൊക്കെ മത്സരിക്കണമെന്നുള്ളതാണ്. അതിനകത്ത് ഇത് ഇലക്ഷൻ രാഷ്ട്രീയമല്ലേ. ഇപ്പൊ ഇത്രയും വലിയ പെണ്ണ് കേസും കാര്യങ്ങളും വന്നിട്ടും ഗണേശനോട് രാജി വേണ്ടാന്ന് പറഞ്ഞാൽ എന്താ? നിലപാടുകൾ അവിടെ അടിയറവ് വെക്കുന്നതിനാണ് ചില നീക്കുപോക്കുകളാണ്, കണക്കുകൂട്ടലുകളാണ്. അത്തരത്തിലുള്ള കണക്കുകൂട്ടലുകളിലേക്കൊക്കെ വരുമ്പോൾ ഇവരൊക്കെ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.